കോട്ടയത്തെത്തിയാൽ കാറ്റും കൊണ്ട് കഥ പറഞ്ഞിരിക്കാൻ ഒരിടമുണ്ട്. പേരിലെ കാറ്റുപോലെ സായാഹ്നം അങ്ങനെ അടിപൊളിയാക്കാൻ നിരവധി പേരാണ് എവിടെ എത്തുന്നത്. വീശി വീശി കൊതിപ്പിക്കുന്ന കോട്ടയത്തെ 4 മണിക്കാറ്റിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കാറ്റും കട്ടനിലും. വൈകുന്നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സൊറ പറഞ്ഞിരിക്കാൻ കോട്ടയത്ത് ഇടമില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുന്നവർക്ക് ഞാനൊരു ഇടം പരിചയപ്പെടുത്തുകയാണിന്ന്. കോട്ടയംകാർക്ക് പൊതുവെ പരിചയമുള്ള ഒരിടമായിരിക്കും. ഇഷ്ടംപോലെ കാറ്റേറ്റ് നിൽക്കാം, ഒപ്പം തന്നെ കഥ പറഞ്ഞിരിക്കാം, പുസ്തകം വായിക്കാം, ഒരുപാട് ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെ പറ്റിയ ഒരു സന്തോഷകരമായ ഒരിടം. ഈ പേര് പോലെ 4 മണിക്കാറ്റ്. കണ്ടോ, ഇതാണ് 4 മണിക്കാറ്റിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിരവധി ആളുകൾ വൈകുന്നേരം തൊട്ട് വരുന്നുണ്ട്. ചേച്ചിമാരൊക്കെ ഇവിടെ ചായ ഉണ്ടാക്കുന്ന, കടികൾ ഉണ്ടാക്കുന്ന ഒക്കെ തിരക്കിലാണ്. കുറേ വിഭവങ്ങളൊക്കെ കിട്ടും. ചേച്ചിയെ, എന്താ ഇവിടുത്തെ സ്പെഷ്യൽ? ഉഴുന്നുവട. കോഴിക്കോട്ട. 4 മണിക്കാറ്റിലേക്ക് എങ്ങനെയാണ് ആളുകൾ എത്തുന്നതൊക്കെ? കൂടുതലാണ് ശനി ഞായറൊക്കെ ഒത്തിരി പേര് വരും. ദിവസങ്ങളുണ്ട്, അവധി ദിവസങ്ങൾ ഒത്തിരി പേര് വരും. ചേട്ടോ, എങ്ങനെയുണ്ട് 4 മണിക്കാറ്റ്? 4 മണിക്കാറ്റിൽ അടിപൊളിയല്ലേ? സൂപ്പറാണ്. ആഴ്ചയിലൊന്നും ഒക്കെ വരും. ഭക്ഷണമൊക്കെ സൂപ്പറായിട്ട് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് അടിപൊളി ഉഴുന്നുവട, അടിപൊളി ഉഴുന്നുവടയൊക്കെ കഴിച്ച് സൂപ്പറായിട്ട് ഈ 4 മണിക്കാറ്റ് ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളൊരു ചായയൊക്കെ കുടിച്ച് ഇവിടെ പാടമാണ് തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്തും. അതായത് ഈ ഒരു 4 മണിക്കാറ്റ്, ഈ വഴിയോരത്തിൻ്റെ 2 ഭാഗത്തും നമുക്ക് വിശാലമായ പാടം കാണാം. അപ്പോൾ ഈ പാടത്തുനിന്ന് വരുന്ന നല്ല കാറ്റും അതൊക്കെ കൊണ്ട് ഈ 4 മണി കാറ്റ് ഈ വഴിയോരം അത് അതിഗംഭീരമാകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ പൂർണ്ണമായിട്ട് നേരത്തെ ഇവർ പറഞ്ഞത് ഇവിടെ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് ഇടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വേണമെന്ന് ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ കരുതുകയും അതിനുശേഷം ഇതേ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു. ചേച്ചി, ഇതാദ്യം ഈ മാലിന്യ കൂമ്പാരമായി നടന്ന സ്ഥലമായിരുന്നല്ലോ, പിന്നീടാണല്ലോ ഇങ്ങനെ ആക്കിയത്. എങ്ങനെയാണ് ഇപ്പം, എന്ത് തോന്നുന്നു? ഇവിടെ നല്ല അടിപൊളിയാക്കിയില്ലേ ഇപ്പം? ഇഷ്ടംപോലെ കസ്റ്റമർ വരുന്നുണ്ട്. അവധി ദിനങ്ങളിലൊക്കെ നല്ല. ഇപ്പോൾ കൊറോണ കഴിഞ്ഞ പിന്നെ ഇച്ചിരി ആൾ കുറവ്, മഴയൊക്കെ ആയതുകൊണ്ട് അല്ല ഇഷ്ടം പോലെ ആൾ വരും. ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഇവിടെ വണ്ടി ഇടാൻ പോലും മേലാത്ത പോലെ ആൾ വരുന്ന. ഒരു പാർക്കിലൊക്കെ കൊണ്ടുപോകണേ, പിള്ളേരെ കൊണ്ട് പോകണേ, എത്ര രൂപയുടെ ഇതാവും. ഇവിടെയാണെങ്കിൽ 100 രൂപയും കൊണ്ട് വന്ന് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നടന്ന കടിയും കഴിക്കാം, ചായയും കഴിക്കാം. പിള്ളേർക്ക് നല്ല ആഘോഷമായിട്ട് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നടക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് 4 മണിക്കാറ്റ്? അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? കാറ്റൊക്കെ കിട്ടുന്നുണ്ട് 4 മണിക്കാറ്റ്? ചിലപ്പോൾ കിട്ടാനുണ്ട്. സൂപ്പറാണോ? കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലം. ഒരു ചുണ്ടൻ വെള്ളമൊക്കെ കണ്ടായിരുന്നു? കണ്ടിട്ടുണ്ട്, പക്ഷെ കയറിയില്ല അല്ലേ? ഇഷ്ടപ്പെട്ടോ? എന്താ കഴിച്ചത് ഇവിടെ 4 മണിക്കാറ്റ്? ഏതൊക്കെയൊപ്പം കഴിക്കാൻ വന്നു. ഏത്തക്കപ്പം കഴിക്കാൻ പോവാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പറാണ്. ഞങ്ങൾ 2 ആഴ്ചയിലൊരിക്കലും വരുന്ന ഇവിടെ സ്ഥിരമായിട്ട്. ഇതാണ് എല്ലാവരും. ഏതായാലും കോട്ടയത്ത് ഇനി ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം ഇരുന്ന് കഥ പറയാനൊന്നും സ്ഥലമില്ല എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതുപോലെ ഒരു 4 മണിക്കാറ്റ് എന്ന ഒരിടമുണ്ട്. കാറ്റേറ്റ് കഥ പറഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഇപ്പോഴും അറിയുന്നു. ഈ കോട്ടയത്തെ ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറി വന്നാൽ ഈ മണർക്കാട് ഭാഗത്ത് ഈ 4 മണിക്കാറ്റിലേക്ക് വരാൻ പറ്റുന്നതാണ്. അങ്ങനെ കാറ്റുപോലെ വന്ന് സുനിഷ ആ കഥ പറയുകയായിരുന്നു. 4 മണിക്കാറ്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്.